റബ്ബി ഒത്തുകൂടൽ കബൂലാക്കട്ടെ. ഇവിടെ എത്തിപ്പെട്ട എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളൊക്കെയും ഖൈറായ നിലയിൽ അല്ലാഹു ഹാസിലാക്കി തരട്ടെ. നാളിതുവരെ വന്നുപോയ ദോഷങ്ങളൊക്കെയും ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ അല്ലാഹ്. ദോഷത്തിന്റെ കറകൊണ്ട് മലീമസമായ കൽബുമായി ഖബറിലെത്തേണ്ട ഒരവസ്ഥയെ കൂട്ടത്തിലാർക്കും വരുത്തരുതേ അല്ലാഹ്. ഞങ്ങളെ കുടുംബത്തിലാർക്കും വരുത്തരുതേ അല്ലാഹ്. ഇലാഹായ റബ്ബേ, വലിയ പ്രതീക്ഷയിലാണ് ഈ മുഅ്മിനീങ്ങൾ ഒത്തുചേർന്നത്. മഹാനായ അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ആയിരക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലി പ്രതീക്ഷയോടെ ഒത്തുചേർന്നവരാണ്. ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് മജ്ലിസിൽ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു അല്ലാഹ്. വസ്വാസ് കൊണ്ട് ഏറെ പ്രയാസപ്പെടുകയാ. കഴുത്തിൽ മുഴയുണ്ടത് ശിഫയായി കിട്ടണം. 9 മാസം പ്രായമായ കുഞ്ഞിന് മുടികൊഴിച്ചിലാണ്, പ്രയാസത്തിലാണ്. ഇടപാടുകളിലൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. റാഹത്താകണം, കിട്ടാനുള്ള കാശ് ലഭ്യമാകണം. മകന്റെ പഠന കാര്യത്തിൽ ദുആ ചെയ്യണം. ഭർത്താവിന്റെ കിഡ്നി രണ്ടും നഷ്ടപ്പെട്ടു. ഇന്ന് വൈകുന്നേരം അത് മാറ്റിവെക്കാനായി പുറപ്പെടുകയാണ്. അതിൽ പരിപൂർണമായ സലാമത്ത് കിട്ടണം. മകന് തലയിൽ മുഴയാണ്. പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ട്. ശിഫ കിട്ടണം. നഷ്ടപ്പെട്ട ഇഖാമയും ലൈസൻസും മറ്റ് പേപ്പറുകളും തിരിച്ചു കിട്ടണം. അല്ലാഹുവേ, ഗർഭിണികളുടെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ പറഞ്ഞ സലാമത്തിനായി നാവിനും ചുണ്ടിനുമൊക്കെ തരിപ്പ് ബാധിച്ച് വിഷമിക്കുകയാ. ഹജ്ജിന് പുറപ്പെടുന്നു, ഉംറക്ക് പുറപ്പെടുന്നു. ഉപ്പാക്ക് പ്രഷർ കൂടി വീണിട്ട് പ്രയാസത്തിലാണ്. ആ ഉപ്പയും ഈ വർഷം ഹജ്ജിന് പുറപ്പെടുന്നുണ്ട് റാഹത്താകാൻ. വിദേശത്തുള്ള പലരുടെയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായി പ്രസവം കഴിഞ്ഞ കുട്ടിക്ക് ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അതൊന്ന് എടുത്തു മാറ്റാൻ പറ്റിയിട്ടില്ല. തലവേദന കൊണ്ട് പ്രയാസത്തിലാ. തടസ്സം കൊണ്ട് ബുദ്ധിമുട്ടുകയാ. നഷ്ടപ്പെട്ട സ്വർണമെന്ന് തിരിച്ചു കിട്ടണം. ടെറസിൽ നിന്ന് വീണ് ആങ്ങളെ ഇപ്പോഴും ബോധമില്ലാതെ കിടക്കുകയാണ്. അല്ലാഹുവേ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അല്ലാഹ്, നീ പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാഹ്. പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണേ അല്ലാഹ്. മുറാദുകളൊക്കെ ഹാസിലാക്കണേ അല്ലാഹ്. നട്ടെല്ലിന് ക്യാൻസർ ബാധിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ മകന് ഹൃദയ കോഴ്സിന് പഠിക്കുകയാണ്. അവന്റെ കാര്യങ്ങളൊക്കെയും റാഹത്തിലാകാൻ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു അല്ലാഹ്. MBBS പരീക്ഷ ഇന്ന് തുടങ്ങുകയാണ്. അതിലൊക്കെ പങ്കെടുക്കുന്നവരുടെ വിജയത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ, ഇതൊക്കെ നിന്നോടല്ലാതെ ആരോട് പറയാനാണ് അല്ലാഹ്. ഹബീബായ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ജല്ല ജലാലായ അല്ലാഹ് എല്ലാ വിഷമങ്ങളും തീർത്ത് റാഹത്ത് നൽകണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളാണ് റബ്ബേ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സമ്പത്ത്. അവരാണ് ഞങ്ങളുടെ ഏറ്റവും അമൂല്യമായ മുതൽ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്.
അവരുടെ പഠനങ്ങളിൽ, പരീക്ഷകളിൽ, ജോലികളിൽ, ഏർപ്പാടുകളിൽ, സ്വഭാവത്തിൽ, സംസ്കാരത്തിൽ, വേഷവിധാനത്തിൽ, കൂട്ടുകെട്ടിൽ അവരുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഖൈറ് വിധിക്കണമേ അല്ലാഹ്, ഇജാബത്ത് നൽകണമേ അല്ലാഹ്. ഇവിടെ എത്തിപ്പെട്ട എല്ലാവർക്കും ഈമാൻ സലാമത്താക്കണമേ അല്ലാഹ്. ഓരോരുത്തരും ചൊല്ലിയ ദിക്റുകളും സലാത്തുകളും സ്വീകരിക്കണമേ അല്ലാഹ്. എല്ലാവരുടെയും ഹലാലായ മുറാദുകളൊക്കെയും ഹാസിലാക്കണേ അല്ലാഹ്. ആയിരക്കണക്കിന് കാര്യങ്ങൾക്ക് ഈ മജ്‌ലിസിൽ നിന്നും ഈ പരിഹാരം തന്നിട്ടുണ്ട്, പ്രശ്നങ്ങൾക്ക് പരിഹാരം തന്നിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളൊന്ന് അൽഫ് സലാത്ത് ചൊല്ലി ദുആ ചെയ്യാൻ പോവുകയാ. ഞങ്ങളുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ്, വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. آمين برحمتك يا أرحم الراحمين. الحمد لله. ഉമ്മിനീങ്ങളെ, സൂറത്തുൽ മസദാണ് നമ്മൾ വിശദീകരിച്ചു വരുന്ന സൂറത്ത്. അല്ലാഹു സ്വീകരിക്കട്ടെ. സൂറത്തുൽ ലഹബ് എന്നും ഈ സൂറത്തിന് പേരുണ്ട്. ഈ സൂറത്തിന്റെ അവസാനത്തെ ആയത്തിൽ ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്, മസദുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമുണ്ട്. അതാണ് ഈ സൂറത്തിന് ഇങ്ങനെ പേര് കിട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ഓതാൻ പറ്റുന്നവരൊക്കെ ഒന്നിച്ച് ഒരു തവണ ഈ സൂറത്തൊന്ന് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാരൻ ذات ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹത്വബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. അല്ലാഹു സ്വീകരിക്കട്ടെ. തബ്ബത് എന്താർത്ഥം? തബ്ബത് നാശമടയട്ടെ. യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂലഹബിന്റെ രണ്ട് കൈകളും നാശമടഞ്ഞു പോകട്ടെ. അബൂലഹബിന്റെ ഇരു കൈകളും നാശമടയട്ടെ. വതബ്ബ്, അവൻ നാശമടയുക തന്നെ ചെയ്തു. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, മാ അഗ്നാ അൻഹു, അവന് ഉപകാരപ്പെട്ടതേ ഇല്ല. മാലുഹു, അവന്റെ ധനവും, വമാ കസബ്, അവന്റെ സന്താനവും, അവന്റെ സമ്പത്തോ
അവന്റെ സന്താനമോ അവന് ഉപകാരപ്പെട്ടതേയില്ല. സയസ്ലാ നാറൻ ذات ലഹബ്. സയസ്ലാ അവൻ പ്രവേശിക്കുക തന്നെ ചെയ്യുന്നതാണ് നാറൻ നരകത്തിൽ. ذات ലഹബിൻ ആള് കത്തുന്ന അഗ്നിയിൽ നരകത്തിൽ അവൻ പ്രവേശിക്കുന്നതാണ്. അവൻ മാത്രമല്ല വംറഅതുഹു എന്താർത്ഥം? വംറഅതുഹു അവന്റെ ഭാര്യയും ഹമ്മാലത്തൽ ഹത്വബ് ഏഷണിപ്പണിക്കാരിയായി നടക്കുന്ന അവന്റെ ഭാര്യയുണ്ടല്ലോ, അവളും നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. ഫീ ജീബിഹാ ഹബ്ലും മിൻ മസദ് അവളുടെ കഴുത്തിലുണ്ടല്ലോ ഈത്തപ്പന നാരാലുള്ള ഒരു കയർ. വിശദീകരിച്ച് പറയേണ്ടതാണ്. അള്ളാഹു ഇതൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. ഈ സൂറത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. കേൾക്കണില്ലേ? മനസ്സിലാവണില്ലേ? ഏതെങ്കിലും ബോക്സ് വർക്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ തൽക്കാലം കേൾക്കുന്നിടത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ അധ്വാനത്തിനൊക്കെയും വലിയ പ്രതിഫലം നൽകട്ടെ. ശക്തമായ മഴയായിരുന്നു, എന്നാൽ പോലും അതൊന്നും വകവെക്കാതെ അള്ളാന്റെ കലാമ് കേൾക്കണമെന്ന ആ വലിയ ആഗ്രഹത്തോടു കൂടെ തന്നെയാണ് ഈ ജനസഞ്ചയം ഇവിടെ തടിച്ചുകൂടിയത്. അല്ലാഹുവേ മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് ഈ കൂട്ടത്തിൽ ഓരോരുത്തർക്കും ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഓരോരുത്തരെയും നീ ഏറ്റെടുക്കണേ അല്ലാ. ഓരോരുത്തരുടെയും ദോഷങ്ങൾ പൊറുക്കണേ അല്ലാ. ഓരോരുത്തർക്കും കണക്കാക്കിയ ആപത്തുകൾ തട്ടിമാറ്റണമേ അല്ലാ. വീട്ടിൽ ബറക്കത്ത് ചൊരിയണമേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. മുഅ്മിനെ ശ്രദ്ധിക്ക. ഈ സൂറത്തിനൊരു പ്രത്യേകത കൂടെയുണ്ട്. ഇത് വിശുദ്ധ ഖുർആന്റെ ഒരു അത്ഭുതം അറിയിക്കുന്ന സൂറത്താണ്. ഇത് ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന സൂറത്താണ്. അതിനുള്ള തെളിവാണിത്. ഇത് ഹബീബായ നബി തങ്ങളുടെ മുഅ്ജിസത്തും കൂടെ വെളിപ്പെടുത്തുന്ന സൂറത്താണ്. കാരണം അബൂലഹബിനെ കുറിച്ച് വളരെ പരസ്യമായി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അവനും അവന്റെ ഭാര്യയും എവിടെ പ്രവേശിക്കും? നരകത്തിൽ പ്രവേശിക്കും. അവൻ നശിക്കട്ടെ, അവൻ നരകത്തിൽ പ്രവേശിക്കും. നിങ്ങൾ ചിന്തിക്ക്, ഇതൊക്കെ ഇറങ്ങിയതിന് ശേഷം എങ്ങാനും അബൂലഹബ് ഒന്ന് തമാശക്കെങ്കിലും ഇതാ ഞാൻ മുസ്ലിമായിരിക്കുന്നു എന്ന് പറഞ്ഞു വന്നാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ കേട്ടോ? ഇങ്ങനെ ഒരു സൂറത്തിറങ്ങി. എങ്ങനെ? അബൂലഹബും അവന്റെ ഭാര്യയും നരകത്തിലാണ്. അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ, അവൻ നശിക്കുക തന്നെ ചെയ്തു. ഇതൊക്കെ ഇറങ്ങിയതിനു ശേഷം അബൂലഹബ് തീരുമാനിക്കുക, മുഹമ്മദിന്റെ ഖുർആൻ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ എന്ത് ചെയ്യട്ടെ? മുസ്ലിം ആവട്ടെ. അവൻ പരസ്യമായി ഷഹാദത്ത് കലിമ ഉച്ചരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ചോദിക്കാമായിരുന്നു, എടാ മുഹമ്മദേ, ഇപ്പോൾ നിന്റെ ഖുർആനെ കുറിച്ച് നിനക്ക് എന്ത് പറയാനുണ്ട്? പക്ഷേ ഇല്ല മുഅ്മിനേ, ഇത് ഇലാഹായ റബ്ബിന്റെ കലാമാ. ആ രൂപത്തിലുള്ളൊരു തീരുമാനവും ഉണ്ടാകുന്നതല്ല. അതാണ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിച്ചു പോകട്ടെ. വതബ്ബ, അവൻ നാശമടയുക തന്നെ ചെയ്തു. അബൂലഹബിന്റെ കൈകൾ നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ കൈകൾ നശിക്കട്ടെ, കൈ മാത്രമാണോ ഉദ്ദേശിക്കുന്നത്? ആണോ? അല്ല. പിന്നെയോ എന്തിനാ അബൂലഹബിന്റെ കൈ പറഞ്ഞതെന്നറിയോ? എന്തിനാണിവിടെ കൈ പറഞ്ഞതെന്ന് ചോദിക്കപ്പെട്ടാൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, അതിൽ ഒരുപാട് ആശയങ്ങളുണ്ട്.
അതിലൊന്നാമത്തതെന്താണെന്നറിയോ? പലപ്പോഴും ഈ കൈകൊണ്ടാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്ലെടുത്ത് ഇവൻ എറിഞ്ഞിട്ടുള്ളത്. ഇവന്റെ ഏറ് കൊണ്ടിട്ട് ഹബീബായ നബിയുടെ കാലിൽ നിന്ന് രക്തം പോലും ഒലിച്ചിട്ടുണ്ട്. ഏറ് കൊണ്ടിട്ട് മുത്തുനബിയുടെ കാലിൽ നിന്ന് രക്തം ഒലിക്കുക പോലും ചെയ്തിട്ടുണ്ട്. എറിഞ്ഞത് ഈ കൈ കൊണ്ടാണ്. എറിഞ്ഞത് ഈ കൈ കൊണ്ടാണ്. മായുറാ അന്നഹു അഖദ ഹജറൻ ലിയർമിയ ബിഹി റസൂലല്ലാഹ്. മഹാനായ ത്വാരിഖുൽ മഹാരിബി എന്നവർ പറയുന്നുണ്ട്, ഒരിക്കൽ മുത്തുനബിയെ ഞാൻ കണ്ടു. റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിസ്സൂഖ്. ഹബീബായ നബി തിരുമേനി തങ്ങൾ അങ്ങാടിയിലാണ്. ശ്രദ്ധിക്കണം, ത്വാരിഖുൽ മഹാരിബി എന്നവർ പറയുകയാണ്, ഒരിക്കൽ അങ്ങാടിയിലായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യഖൂലു ഹബീബായ നബി തങ്ങൾ അങ്ങാടിയിലുള്ള ആളുകളോട് വിളിച്ചു പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനസ്സിലാവണില്ലേ? സ്പീഡ് കൂടിയോ? ശബ്ദം കൂടിയോ കുറഞ്ഞോ? കേൾക്കണില്ലേ? യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ എന്തു ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ വചനം നിങ്ങൾ അറിയണം. ഇത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഉച്ചരിക്കണം. തുഫ്ലിഹൂ, എന്നാൽ നിങ്ങൾ വിജയിക്കുന്നതാണ്. നിങ്ങൾക്ക് ആത്യന്തികമായി വിജയം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞേക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. അങ്ങാടിയിൽ കാണുന്നവരോടൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വറജുലുൻ ഖൽഫഹു യർമീഹി ബിൽ ഹിജാറ, ത്വാരിഖുൽ മഹാരിബി എന്നവർ പറയുകയാ, ഞാൻ കണ്ടതാണ്, പിന്നാലെ കൂടിയിട്ട് ഒരാൾ കല്ലെടുത്ത് എറിയുന്നുണ്ട്. ആര്? യർമീഹി ബിൽ ഹിജാറ, ഹബീബായ നബി തങ്ങളെ ഒരു മനുഷ്യൻ പിന്നാലെ കൂടിയിട്ട് കല്ലെടുത്തെറിയുകയാ. കേൾക്കണോ പ്രിയപ്പെട്ട മുഅ്മിനേ, വഖദ് അദമാഖിബൈ, ആ നബി തിരുമേനി തങ്ങളുടെ കാലിന്റെ മടമ്പിൽ കല്ലുകൊണ്ടിട്ട് പൊട്ടിയിട്ട് സുബ്ഹാനല്ലാഹ്, ഹബീബിന്റെ കാലിൽ നിന്ന് രക്തമിങ്ങനെ ഒലിക്കുകയാണ്. ഹബീബായ നബിയുടെ കാലിന് ഏറുകൊണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിൽ നിന്ന് രക്തമിങ്ങനെ ഒലിച്ചിറങ്ങുകയാ. ഈ എറിയുന്ന മനുഷ്യനാവട്ടെ, അയാളിങ്ങനെ ആവർത്തിച്ച് വിളിച്ചു പറയുന്നുണ്ട്, ലാ തുതിയോ ലാ തുതിയോ, ഒരിക്കലും ഈ മനുഷ്യന് നിങ്ങൾ വഴിപ്പെടരുതേ. ഇവന് നിങ്ങൾ ആർക്ക് വഴിപ്പെടരുത്? മുത്തുനബിക്ക്. ആരാ വിളിച്ചു പറയുന്നത്? അബൂലഹബാണ് വിളിച്ചു പറയുന്നത്. ലാ തുതിയോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ പറയണമെന്ന് പറയുന്ന ഈ മുഹമ്മദിന് നിങ്ങൾ വഴിപ്പെടണ്ട. ഫഇന്നഹു കല്ലാബ്, ഇവൻ വലിയ കള്ളനാണ്, ഇവൻ നുണ പറയുകയാണ്. ഫഖുൽതു, ഞാൻ അങ്ങാടിയിലുള്ളവരോട് ചോദിച്ചു, മൻ ഹാദാ, ആരൊക്കെയാണിത്, എന്താണ് ഈ സംഭവം? ഫഖാലൂ, അങ്ങാടിയിലുള്ളവർ പറഞ്ഞു, ഇത് മുഹമ്മദുന്റെ അമ്മുഹു അബൂലഹബ്. ഒരാള് വേറൊരാളെങ്ങനെ എറിയ, എന്നിട്ട് അയാൾക്ക് നിങ്ങൾ വഴിപ്പെടണ്ട. ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണിത്?
അപ്പൊ പറഞ്ഞു ഹാദാ മുഹമ്മദുൻ, ഈ ഏറ് കൊള്ളുന്നയാൾ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എറിയുന്നതോ ഏതോ അന്യനല്ല, അബൂലഹബാണ്, മുത്തുനബിയുടെ പിതൃവ്യനായ അബൂലഹബാണ്. എറിയുന്നത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ എറിയാൻ ഉപയോഗിച്ച കൈയല്ലേ, അതുകൊണ്ടാണ് തബ്ബത് യദാ അബീ ലഹബ് വതബ്ബ്. അതുകൊണ്ടാണ് അബൂലഹബിന്റെ ഈ കയ്യിനെ കുറിച്ച് പ്രത്യേകമായി പറയാനുണ്ടായ കാരണം. മനസ്സിലായോ? അബൂലഹബിന്റെ കൈ പറയാനുള്ള പ്രത്യേക കാരണം ഒന്ന് ഇതാണ്. ഈ കൈ കൊണ്ടാണ് മുത്തുനബിയെ എറിഞ്ഞിട്ട് ശരീരത്തിൽ നിന്ന് രക്തം ഒലിപ്പിച്ചത്. മാത്രമല്ല, വീണ്ടും ചില കാരണങ്ങളുണ്ട്. മുഅ്മിനെ ശ്രദ്ധിക്കും, മുഅ്മിനെ തബ്ബത് യദാ അബീ ലഹബിൻ, അബൂലഹബിന്റെ രണ്ട് കൈകളും നശിക്കട്ടെ എന്ന് പറയാൻ വീണ്ടും ചില കാരണങ്ങളുണ്ട്. എന്താണെന്നറിയോ? മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂലഹബിന്റെ വീട്ടിലേക്ക് കയറി ചെന്നു അബൂലഹബിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ. നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനെയൊക്കെ മുത്ത് റസൂലിന്റെ പിന്നാലെ കൂടി നബി തിരുമേനി തങ്ങളെ ആക്രമിക്കാൻ മെനക്കെട്ടിട്ടും വീണ്ടും വീണ്ടും അള്ളാന്റെ റസൂൽ എന്ത് ചെയ്തു? ആ മനുഷ്യനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനുള്ള ശ്രമം നടത്തി. ഒരു ദിവസം അബൂലഹബിനെ മൂത്താപ്പേണല്ലോ, ഏയ് നിങ്ങൾ ഉറങ്ങിയോ? മനസ്സിലാവണില്ലേ? മൂത്താപ്പേണല്ലോ, ഒന്നും കൂടെ ഒന്ന് ക്ഷണിച്ചു നോക്കട്ടെ എന്നുള്ള നിലക്ക് മൂത്താപ്പാന്റെ വീട്ടിലേക്ക് കയറി ചെന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, മൂത്താപ്പ, അള്ളാനെ വിചാരിച്ചിട്ട് ഞങ്ങളോട് പറയാണ്, പല തവണ നിങ്ങളെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെയും രഹസ്യമായും പരസ്യമായും നിങ്ങൾ എന്നെ കളിയാക്കി, ആക്രമിച്ചു, മർദ്ദിച്ചു. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഇനിയും ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ കാണുന്ന അഖിലാണ്ട കടാഹത്തെ മുഴുവനും പരിപാലിക്കുന്ന അള്ളാനെ നിങ്ങൾ അറിയണം. ആ അള്ളാഹ്ക്ക് മാത്രമേ വഴിപ്പെടാവൂ, അല്ലാഹ്ക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ. അതുകൊണ്ട് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട ബാപ്പാന്റെ സഹോദര, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണേ. അല്ലാഹുവിന്റെ റസൂല് അബൂലഹബിന്റെ വീട്ടിൽ കയറി ചെന്നത് പറഞ്ഞപ്പോൾ അബൂലഹബിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, എടാ മുഹമ്മദ്, ലാ ഊമിനു ബിക ഹത്താ യൂമിന ഹാദൽ ജദിയോ. ഇതാ ഈ കാണുന്ന ആടുംകുട്ടിയുണ്ടല്ലോ, ആ ആടുംകുട്ടി എഴുന്നേറ്റ് നിന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലാം. അബൂലഹബിന്റെ വീട്ടിന്റെ മുറ്റത്ത് തന്നെ ഉണ്ട് എന്ത്? ഒരാടുംകുട്ടി. സാധാരണ ആടുംകുട്ടികൾ ഷഹാദത്ത് കലിമ ചൊല്ലാറുണ്ടോ? ആടും പശുവും പോത്തും ഒട്ടകവും ഒക്കെ സംസാരിക്കാറുണ്ടോ? മനുഷ്യരെ പോലെ അവ സംസാരിക്കാറില്ലല്ലോ. അതുകൊണ്ട് അബൂലഹബ് പറഞ്ഞു, മുഹമ്മദേ, ഞാൻ വിശ്വസിക്കണമെങ്കിൽ ആദ്യം എന്തു വേണം? ഈ ആടുംകുട്ടി വിശ്വസിക്കണം. ആടുംകുട്ടി എഴുന്നേറ്റ് നിന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ, നിന്നെക്കുറിച്ച് നീ അള്ളാന്റെ റസൂലാണെന്ന് സാക്ഷ്യം വഹിച്ചാൽ, മൂത്താപ്പയാകുന്ന ഞാനും എന്തു ചെയ്യും? ഷഹാദത്ത് കലിമ ചൊല്ലും. ഓന്റെ വിചാരം മുത്തുനബി പറഞ്ഞാലും ആടുംകുട്ടി ചെല്ലൂലെന്ന. ഉടനെ ഹബീബായ നബി തങ്ങൾ ആടുംകുട്ടിയിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ചോദിച്ചു, മന്നന, ഞാനാരാ? ആടുംകുട്ടിയോടാണ് ചോദ്യം, മന്നന, ഞാനാരാ? ഫഖാല, ആടുംകുട്ടി മനുഷ്യനെ പോലെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതാണ്, അന്ത റസൂലുള്ളാഹ്,
നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് സുബ്ഹാനല്ലാഹ്. അബൂലഹബിന്റെ വീട്ടിലുള്ള അവന്റെ ആടും കുട്ടിയാണ് വിളിച്ചു പറയുന്നത് അന്ത റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാ. വഅതുലക ലിസാനഹു യുസ്നി അലൈഹി. പിന്നെ ആടും കുട്ടി ചെയ്തതെന്താണെന്നറിയോ? വാഴ്ത്തുകയാണ്, പുകഴ്ത്തുകയാണ്, പ്രശംസിക്കുകയാണ്, പ്രകീർത്തിക്കുകയാണ് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അള്ളാന്റെ റസൂലാന്ന് പറഞ്ഞു, പിന്നെ ആടുംകുട്ടി ഷഹാദത്ത് കലിമ ചൊല്ലി, പിന്നെ ആടുംകുട്ടിന്റെ പണി എന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അൻത റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ലെന്നും നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്നും ഇതാ ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് വാഴ്ത്തുകയാണ്, പുകഴ്ത്തുകയാണ്, പ്രശംസിക്കുകയാണ്, പ്രകീർത്തിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരിക്കലും ആര് പ്രതീക്ഷിച്ചില്ല? ആര്? അബൂലഹബ് പ്രതീക്ഷിച്ചില്ല. വസ്തൗലൽ ഹസദു അലാ അബീ ലഹബ്. അബൂലഹബിന് അസൂയ അങ്ങോട്ട് മൂത്തു. കാരണം ആട്ടുംകുട്ടി ഇത് ചെല്ലലോടുകൂടെ മുത്തുനബിയുടെ ഫള് ഒന്നും കൂടെ കൂടിയല്ലോ. ഈ മുഹമ്മദ് ഒന്നുമല്ല, അവന് ഭ്രാന്താണെന്ന് മക്കയിലെ അങ്ങാടിയിലൂടെ വിളിച്ചു പറഞ്ഞവനാണ് ഈ അബൂലഹബ്. സുബ്ഹാനല്ലാഹ്. ആടുംകുട്ടി ഷഹാദത്ത് കലിമ ചൊല്ലി അല്ലാഹുവിന്റെ റസൂലിനെ വാഴ്ത്തി പുകഴ്ത്തി. ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. അബൂലഹബ് ചെയ്തെന്നറിയോ? ഇതൊന്ന് കേൾക്കണം സഹോദരാ സഹോദരി. അബൂലഹബ് വേഗം തന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അവന്റെ കൈവീട്ടിലുള്ള മൂർച്ചയുള്ളൊരു കത്തിയുണ്ട്. ആ കത്തിയുമായി വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് കേൾക്കണോ? അബൂലഹബ് ആടിന്റെ രണ്ട് കയ്യും ഉയർത്തിപ്പിടിക്കുകയാണ്. എന്നിട്ട് ഫമസ്സഖഹു, ആ കത്തി കൊണ്ട് വെട്ടി അങ്ങ് നുറുക്കിക്കളഞ്ഞു ഈ ആടിനെ. ഷഹാദത്ത് കലിമ ചൊല്ലിയ ഈ ആടിന്റെ രണ്ട് കയ്യും ഇങ്ങോട്ട് പിടിച്ചിട്ട് ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് ആ ആടിന് എന്ത് ചെയ്തു? വെട്ടി നുറുക്കിക്കളഞ്ഞു. വഖാല, അവൻ വിളിച്ചു പറഞ്ഞു തബ്ബല്ലക തബ്ബല്ലക അസ്റ ഫീക സിഹ്റു. ആടുംകുട്ടിക്കും സിഹറേറ്റ് പോയി. ഇത് മുഹമ്മദിന്റെ സിഹ്ർ ബാധിച്ചതാ. ഇതങ്ങട്ട് പറഞ്ഞിട്ട് ആടുംകുട്ടിയെ വെട്ടി നുറുക്കി. അബൂലഹബ് ഈ കൈ കൊണ്ടാണ് ആടുംകുട്ടിയെ പിടിച്ചതും ആടുംകുട്ടിയെ വെട്ടി നുറുക്കിയതും. അതുകൊണ്ടാണ് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂലഹബിന്റെ രണ്ട് കൈകളും നശിച്ചു പോകട്ടെ, അവൻ നശിക്കുക തന്നെ ചെയ്തു. മാത്രമല്ല ചില ആളുകളൊക്കെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള മഹത്വം പറഞ്ഞാൽ, മുഹമ്മദിന് കുറെ പ്രത്യേകതകളൊക്കെ ഉണ്ട്, നമ്മൾ വിചാരിച്ച പോലെയൊന്നല്ല, ആള് ശുദ്ധനാണല്ലോ എന്ന് പറഞ്ഞാൽ അത് തീരെ സഹിക്കൂല ആർക്ക്. അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പം നമ്മളോട് ഒരാൾക്ക് ഭയങ്കര ദേഷ്യമാണെങ്കിൽ അയാളടുത്ത് ചെന്നിട്ട് നമ്മളെക്കുറിച്ച് ശരിക്കറിയുന്ന ഒരാള് സംഗതി നിങ്ങൾ വിചാരിച്ചതുപോലെ ഒന്നല്ലട്ടോ, നിങ്ങൾക്ക് തെറ്റിദ്ധാരണ കുടുങ്ങിയതാന്ന് പറഞ്ഞ് നമ്മളെ മഹത്വം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും? കൂടുതൽ ദേഷ്യം പിടിക്കും. ഓ, നിങ്ങൾക്കത് പറയാം, നിങ്ങളാളാണ്, നിങ്ങളെ ഞേറ്റി നടന്നോളിന്നൊക്കെ അങ്ങനെയൊക്കെ പറയും.
എന്നതുപോലെ അബൂലഹബിന്റെ അടുക്കൽ ചെന്നിട്ട് മുത്തുനബിയെ നല്ല പോലെ അറിയുന്ന ചില ആളുകൾ പറയും, നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ. അപ്പൊ അബൂലഹബ് എന്ത് ചെയ്യുന്നറിയോ? കുറച്ച് മണൽ കെട്ടെടുക്കും, നുള്ളിയെടുക്കും. തന്റെ വലത് കൈ കൊണ്ട് ഒരിത്തിരി മണൽ നുള്ളിയെടുക്കും. എന്നിട്ട് അതെന്ത് ചെയ്യും? ഇടത് കൈയിൽ വെക്കും. എന്നിട്ട് സമയം എന്നിട്ട് ആ കയ്യിലേക്ക് ഊതുമ്പോൾ ഈ മണലുണ്ടാവും. ഓ, മനസ്സിലായില്ലേ? ഒരു നുള്ളു മണലെടുത്ത് കയ്യിലിട്ടിട്ട് ആ കയ്യിലേക്ക് ഊതിയ മണലുണ്ടാവും. അണ്ട് പാറിപ്പോകും. എന്നിട്ട് അവൻ പറയും, ഇതാ ഈ പാറിയ മണലിന് ഞാൻ കൽപ്പിക്കുന്ന വില മാത്രമേ ആ മുഹമ്മദിന് ഞാൻ. ഇതൊക്കെ ഇവന്റെ കൈകൊണ്ടുള്ള ക്രിയകളാ. അതുകൊണ്ടാണ് അബൂലഹബിന്റെ 2 കൈകളും നശിച്ചു പോകട്ടെ, അത് നശിക്കുക തന്നെ ചെയ്തു. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. മാ അഗ്നാ അൻഹു, അവന് ഉപകാരപ്പെട്ടതേയില്ല, അവന് പ്രയോജനപ്പെട്ടില്ല. മാലുഹു, അവന്റെ സമ്പത്തും, വമാ കസബ്, അവന്റെ സന്താനങ്ങളും. സമ്പത്തും സന്താനങ്ങളും ഒന്നും അവന് ഉപകാരപ്പെട്ടില്ല. അവൻ വലിയ വീമ്പ് പറഞ്ഞിരുന്നു, വലിയ വർത്താനം പറഞ്ഞിരുന്നു. ഞാന് ഇനി മുഹമ്മദിനെ ഏത് നിലക്ക് എന്ത് ചെയ്യാന്ന് വിചാരിച്ചാലും ദുനിയാവിലും ആഖിറത്തിലും, ഇനി അങ്ങനെ ഒരു ആഖിറമുണ്ടെങ്കിൽ തന്നെ ആ ആഖിറത്തിലും എന്നെ പരാജയപ്പെടുത്താൻ കഴിയൂല. കാരണം എനിക്കിഷ്ടം പോലെ സമ്പത്തുണ്ട്, നല്ല മക്കളും ഉണ്ട്. അവന്റെ സ്വത്തുക്കൾ അവൻ സമ്പാദിച്ചു വെച്ചതും അവന് പ്രയോജനപ്പെടുകയില്ല. അവൻ പറഞ്ഞിരുന്നു, നമ്മളെയൊന്നും ആർക്കുമൊന്നും ചെയ്യാൻ കഴിയില്ല, പ്രത്യേകിച്ച് മുഹമ്മദിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന് മറുപടിയായിട്ടാണ് ഈ ആയത്ത് വന്നിട്ടുള്ളത്. മനസ്സിലായോ? ولما خوفه النبي صلى الله عليه وسلم بالعذاب, ഇങ്ങനെ അഹങ്കരിച്ചാൽ, ഇത്തരത്തിൽ അക്രമം കാണിച്ചാൽ അല്ലാഹുവിന്റെ അദാബ് വരുമെന്ന് ഹബീബായ നബി തങ്ങൾ മുന്നറിയിപ്പ് നൽകിയപ്പോൾ ഫഖാൽ, അപ്പോഴാണ് അബൂലഹബ് പറയുന്നത്, ഈ മുഹമ്മദ്, എന്റെ സഹോദരന്റെ പുത്രൻ മുഹമ്മദ് പറയുന്നതെങ്ങാനും ഹക്കാണെങ്കിൽ, അവനെ പ്രചരിപ്പിക്കുന്നതെങ്ങാനും സത്യമാണെങ്കിൽ, فأنا أقتدي منه نفسي بمالي وأولادي, എന്റെ മക്കളെ കൊണ്ടും എന്റെ സമ്പത്ത് കൊണ്ടും എന്റെ മറ്റുള്ള കഴിവുകൾ കൊണ്ടും ഞാൻ നേരിടുന്നതാണ്. എന്നിട്ട് മുഹമ്മദിനെ ഞാൻ തകർത്ത് തരിപ്പണമാക്കുന്നതാണ്. അപ്പോഴാണ് ഈ ആയത്തിറക്കുന്നത്. ജല്ല ജലാലായ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് അല്ലാഹു പറഞ്ഞതാണ്, മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അവൻ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല, അവന്റെ സമ്പത്തും അവന്റെ സന്താനങ്ങളും ഒന്നും അവന് ഉപകാരപ്പെടുകയില്ല. അള്ളാഹു പറഞ്ഞതുപോലെ ഒന്നും ഉപകരിക്കാതെ ഈ ദുനിയാവിൽ നിന്ന് വസൂരി പോലെയുള്ള ഒരു രോഗം പിടിപെട്ട് ദുർഗന്ധം നിമിത്തം ആളുകൾ അങ്ങോട്ട് അടുക്കാതെയായി അവസാനം അവന്റെ ശവസംസ്കാരത്തിന് പോലും ആളുകളെ കിട്ടാതെ കൂലിക്കാരായ ചില സുഡാനികളെ ഏൽപ്പിക്കേണ്ടി വന്നു. അവരാണ് ഇവന്റെ ശവം എന്ത് ചെയ്തത്? മറവ് ചെയ്തത്. ആരുടെ? وترك ثلاثة وترك ثلاثة. 3 ദിവസം ആരും അവന്റെ അടുത്തില്ല, അവന്റെ അടുത്തേക്ക് പോയില്ല. ഹത്താ അന്തന, ആകെ നാറ്റം വന്നു, ദുർഗന്ധം കൊണ്ട് അടുക്കാൻ വയ്യാതെയായി. സുമ്മസ്തജറോ ബഅദസ്സുദാൻ,
പിന്നെ ചില സുഡാനികളെ കൂലിക്ക് വിളിച്ചു. ആ സുഡാനികളാണ് അബൂലഹബിന്റെ ഈ മയ്യത്ത് സംസ്കരിച്ചതെന്ന് ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അതൊന്ന് വിശദീകരിച്ച് പറയേണ്ടതാണ്. നമുക്കിന്ന് അൽഫ് സലാത്ത് ചൊല്ലാനുള്ളത് കൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. മൈക്കിന്റെ ചില തകരാറ് കൊണ്ട് ഒരല്പം വഴുകിപ്പോയി ക്ലാസ് തുടങ്ങാൻ തന്നെ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന നിലയിലാക്കി തരട്ടെ. എല്ലാ ഖൈറും ബറക്കത്തും അല്ലാഹു നമുക്ക് തരട്ടെ. നമ്മൾ അള്ളാന്റെ ഖുർആനാണ് പഠിക്കുന്നത്. ഓരോ ആയത്തും വിശദീകരിച്ച് അതിൻ്റെ രഹസ്യങ്ങളാണ് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത്. അല്ലാഹുവേ, ഇതൊക്കെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന ഇൽമാക്കി തരണമേ റബ്ബേ. ഈ മുഅ്മിനീങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് ഇതിനു വേണ്ടി ഇവിടെ ഒത്തുചേരുന്നത്. അല്ലാഹ്, നീ കബൂലാക്കണമേ റബ്ബേ, നീ സ്വീകരിക്കണമേ റബ്ബേ. ഇന്ന് നമ്മൾ പറഞ്ഞ കണക്കിന് നമ്മുടെ സ്വലാത്ത് ചൊല്ലിത്തീരുകയാണെങ്കിൽ ഏകദേശം എത്ര ആയിട്ടുണ്ടാവും? 25,000. തീർന്നോ? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹു കബൂലാക്കട്ടെ. തീരാത്തവർക്കൊക്കെ അതൊക്കെ തീർക്കാനുള്ള ഒരു മനസ്സും ലദ്ദത്തും അല്ലാഹു നൽകട്ടെ. ഇതുകൊണ്ടൊക്കെ എല്ലാ ഖൈറും വിജയവും സന്തോഷവും ജല്ല ജലാലായ റബ്ബ് വിധിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഞാൻ ആ അൽഫ് സലാത്ത് ചൊല്ലിത്തരികയാണ്. നിങ്ങൾ മനസ്സറിഞ്ഞ് തെറ്റുകൂടാതെ ചൊല്ലണം. അതിൻ്റെ മുമ്പ് സ്വലാത്തുൽ ഫാത്തിഹ ഒന്ന് ഓതിത്തരും. ആ സ്വലാത്തുൽ ഫാത്തിഹും ചൊല്ലണം. വലിയ സലാത്താണ്. ഈ ഏട് അതിങ്ങനെ പരിമിതമായ ഏടുകൾ മാത്രമേ ലഭ്യമാകുന്നുള്ളൂ. അത് കിട്ടുന്നതിനനുസരിച്ച് നേരത്തെ വരുന്നവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പലരും കിട്ടണമെന്ന വലിയ ആഗ്രഹത്തോടുകൂടെ വന്നു. പക്ഷേ അത് കൊണ്ടുവന്നത് തീർന്നുപോയി. ഇൻഷാ അല്ലാഹ് വൈകിയിട്ടാണെങ്കിലും എല്ലാവർക്കും അത് കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് പിന്നെ ഒന്നായിട്ട് ലോഡ് കണക്കിന് കൊണ്ടുവന്നിട്ട് ആവശ്യമുള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ അങ്ങനെ വിതരണം ചെയ്യാൻ പറ്റിയ ഒരു സ്വലാത്തോ ഒരു ഏടോ അല്ല ഇത്. ഇതിൻ്റെതായ ഒരു ഹുർമത്തുണ്ട്. അത് ഇജാസത്തോടുകൂടെ നേരിട്ട് തന്നെ കൈപ്പറ്റണം. അപ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായ പുണ്യം നമുക്ക് ലഭിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരും നിരാശരാവണ്ട. ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകളിലൊക്കെയായി സൗകര്യം പോലെ കിട്ടുന്നതിനനുസരിച്ച് അതിവിടെ വിതരണം ചെയ്യും. ഇതൊരു കച്ചവടത്തിനുള്ളതല്ല. ഇതിനു വേണ്ടി ഒരു ഉറുപ്യ പോലും വാങ്ങാനും പാടില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ചിലരൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അതൊരു കച്ചവടമാക്കിയെന്ന് കേട്ടു. അല്ലാഹു കാക്കട്ടെ. ആ പണം കൊണ്ടൊക്കെ ഗുണത്തേക്കാളേറെ ദോഷമായി പോവും. അതുകൊണ്ട് അങ്ങനത്തെ പണിക്കൊന്നും നിൽക്കണ്ട. അല്ലാഹുവേ, നീ ഞങ്ങളുടെ മജ്ലിസ് സ്വീകരിക്കണമേ റബ്ബേ. എല്ലാ നിലയിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണമേ റബ്ബേ. ഞാൻ ആ സലാത്തുൽ ഫാത്തിഹ ആദ്യം ചൊല്ലിത്തരും. അതിനുശേഷം അൽഫ് സലാത്ത് ചൊല്ലും. നല്ല അച്ചടക്കത്തോടെ റഹ്മത്തിന്റെ മലക്കുകൾ വന്നിട്ട് ഈ സദസ്സിനെ പൊതിയണം. അതിന് പറ്റിയ പെരുമാറ്റങ്ങളും വസ്ത്രധാരണവും ഒക്കെ നമ്മളിൽ ഉണ്ടാവണം. അങ്ങനെ മനസ്സറിഞ്ഞ് ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിക വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ് ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ صلوا عليه وسلموا تسليما. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ألف ألف صلاة وألف ألف سلام عليك يا رسول الله يا سيد المرسلين
ألف ألف صلاة وألف ألف سلام عليك يا سيد النبيين ألف ألف صلاة وألف ألف سلام عليك يا سيد الصديقين ألف ألف صلاة وألف ألف سلام عليك يا سيد الراكعين ألف ألف صلاة وألف ألف سلام عليك يا سيد الساجدين ألف ألف صلاة وألف ألف سلام عليك يا سيد القاعدين ألف ألف صلاة وألف ألف سلام عليك يا سيد الشاهدين ألف ألف صلاة وألف ألف سلام عليك يا سيد الأولين ألف ألف صلاة وألف ألف سلام عليك يا سيد الآخرين ألف ألف صلاة وألف ألف سلام عليك يا رسول الله ألف ألف صلاة وألف ألف سلام عليك يا سيدي يا نبي الله ألف ألف صلاة وألف ألف سلام عليك يا حبيب الله ألف ألف صلاة وألف ألف سلام عليك يا من أكرمه الله ألف ألف صلاة وألف ألف سلام عليك يا من علمه الله ألف ألف صلاة وألف ألف سلام عليك يا من شرفه الله ألف ألف صلاة وألف ألف سلام عليك يا من أظهره الله ألف ألف صلاة وألف ألف سلام عليك يا من اختاره الله ألف ألف صلاة وألف ألف سلام يا من صوره الله ألف ألف صلاة وألف ألف سلام عليك يا عبد الله ألف ألف صلاة وألف ألف سلام عليك يا خير خلق الله ألف ألف صلاة وألف ألف سلام عليك يا خاتم رسول الله ألف ألف صلاة وألف ألف سلام عليك يا سلطان الأنبياء ألف ألف صلاة وألف ألف سلام عليك يا برهان الأصفياء ألف ألف صلاة وألف ألف سلام عليك يا مصطفى ألف ألف صلاة وألف ألف سلام عليك يا مؤلاه ألف ألف صلاة
وألف ألف سلام عليك يا مجتبى ألف ألف صلاة وألف ألف سلام عليك يا مزكى ألف ألف صلاة وألف ألف سلام عليك يا مكي ألف ألف صلاة ألف ألف سلام عليك يا مدني ألف ألف صلاة وألف ألف سلام عليك يا قرشي ألف ألف صلاة وألف ألف سلام عليك يا هاشمي ألف ألف صلاة وألف ألف سلام عليك يا أبطحي ألف ألف صلاة وألف ألف سلام عليك يا زمزمي ألف ألف صلاة وألف ألف سلام عليك يا تهامي ألف ألف صلاة وألف ألف سلام عليك يا أمي ألف ألف صلاة وألف ألف سلام عليك يا أحمد ألف ألف صلاة وألف ألف سلام عليك يا سيد ولد آدم ألف ألف صلاة وألف ألف سلام عليك يا محمد ألف ألف صلاة وألف ألف سلام عليك يا طه ألف ألف صلاة وألف ألف سلام عليك يا ياسين ألف ألف صلاة وألف ألف سلام عليك يا مدثر ألف ألف صلاة وألف ألف سلام عليك يا صاحب الكوثر ألف ألف صلاة وألف ألف سلام عليك يا شفيع يوم الحشر ألف ألف صلاة وألف ألف سلام عليك يا صاحب التاج ألف ألف صلاة وألف ألف سلام عليك يا صاحب المعراج ألف ألف صلاة وألف ألف سلام عليك يا سيد المحسنين ألف ألف صلاة وألف ألف سلام عليك يا سيد الأولين والآخرين ألف ألف صلاة وألف ألف سلام عليك يا سيد الكونين والثقلين ألف ألف صلاة وألف ألف سلام عليك يا صاحب النعلين ألف ألف صلاة وألف ألف سلام عليك يا سيدي يا رسول الله ألف ألف صلاة وألف ألف سلام عليك يا خاتم الأنبياء عليك يا خاتم الأنبياء والمرسلين ألف ألف صلاة وألف ألف سلام عليك
യാ സയ്യിദി യാ നബി അല്ലാഹി ഇലാ യൗമിദ്ദീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വഅലാ മലായികതികൽ മുഖറബീൻ വഅലാ ഇബാദികസ് സ്വാലിഹീൻ വഅലാ അഹ്ലി ത്വാഅതിക അജ്മഈൻ വറഹംനാ മഅഹും യാ അർഹമർ റാഹിമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ അല്ലാഹുവേ ഈ സ്വലാത്തും ഈ സലാമും ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ ഹളറത്തിലേക്ക് ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കണമേ റബ്ബേ, ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കണമേ റബ്ബേ, ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കണമേ റബ്ബേ. ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ ഇന്ന് ആരൊക്കെ എന്തെല്ലാം ഉദ്ദേശങ്ങൾ പറഞ്ഞു ദുആ ചെയ്യാൻ ഏൽപ്പിച്ചോ അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റണമേ അല്ലാ. എന്തെല്ലാം പരീക്ഷണത്തിൽപ്പെട്ട് പ്രയാസപ്പെടുന്നവർ സലാമത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചോ നീ സലാമത്ത് നൽകണമേ അല്ലാ. മകളുടെ മകൾ 18 ദിവസമായി മെഡിക്കൽ കോളേജിലാണ്. ചെക്കിങ്ങിൽ കരളിന് മഞ്ഞ കൂടുതൽ ബാധിച്ചിട്ടുണ്ടെന്നും പിത്താശയത്തിൽ മഞ്ഞയാകുന്ന ഒരു കുടൽ കുട്ടിക്ക് ജന്മന ഇല്ല എന്നുമൊക്കെ പറഞ്ഞ് വല്ലാത്ത വിഷമം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവേ നീ സലാമത്ത് നൽകണമേ റബ്ബേ, നീ ശിഫ നൽകണമേ റബ്ബേ. ഗർഭിണികളുടെ കാര്യത്തിൽ സലാമത്തിനായി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവേ ഏതെല്ലാം പ്രയാസങ്ങളാണോ അനുഭവിക്കുന്നത് ആ പ്രയാസങ്ങളൊക്കെയും തീർത്ത് റാഹത്തിലാക്കണമേ അല്ലാ. സലാമത്ത് നൽകണമേ അല്ലാ, ശിഫ നൽകണമേ അല്ലാ. അല്ലാഹുവേ റബ്ബേ റഹ്മാനെ 10 വയസ്സായൊരു ഒരു വിദ്യാർത്ഥി തലക്ക് ക്യാൻസർ ബാധിച്ചു, ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നത് ഇടതുകാലിനായി. ആ ക്യാൻസർ ഇപ്പോൾ വലത് കാലിനും പിടിപെട്ട് പരീക്ഷണത്തിന്റെ മേൽ പരീക്ഷണം. ആ കുട്ടിയുടെ കാര്യത്തിൽ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. നാഥ ശിഫ നൽകണമേ നാഥ, സലാമത്ത് നൽകണമേ അല്ലാ, റാഹത്തിലാക്കണമേ അല്ലാ. തരത്തിലുള്ള പരീക്ഷണങ്ങളെ തൊട്ടൊക്കെ ഞങ്ങൾക്ക് കാവൽ നൽകണമേ അല്ലാ. ഈ കൂട്ടത്തിൽ തന്നെ ക്യാൻസർ എന്ന മഹാമാരി കടിമപ്പെട്ടു പോയവരുണ്ട്. യാ അല്ലാ ശിഫ നൽകണമേ റബ്ബേ, ശിഫ നൽകണമേ റബ്ബേ. സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഈ കൂട്ടത്തിൽ ഒരാൾക്കും ക്യാൻസർ എന്ന മഹാമാരി വരുത്തരുതേ അല്ലാ. ഞങ്ങളെ കുടുംബത്തിൽ ഒരാൾക്കും വരുത്തരുതേ റബ്ബേ. കിഡ്നിക്കൊരു തകരാറും വരുത്തരുതേ റബ്ബേ. ഒരു സഹോദരി ഇന്ന് രാവിലെ വന്നിട്ട് പറഞ്ഞതാ, തന്റെ ഭർത്താവിന്റെ 2 കിഡ്നിയും പോയിട്ടുണ്ട്. എന്റെ ഒരു കിഡ്നി ആ ഭർത്താവിന് കൊടുക്കുകയാണ്. ഇന്ന് 5 മണിക്ക് ഞങ്ങൾ പുറപ്പെടും. ഓപ്പറേഷനൊക്കെ സക്സസ് ആകണം, കാര്യങ്ങളൊക്കെ റാഹത്താകണം. അല്ലാ നീ റാഹത്തിലാക്കണമേ റബ്ബേ, സലാമത്താക്കണമേ റബ്ബേ. നിങ്ങളുടെയൊക്കെ കിഡ്നിയുടെ കഥ എന്തെന്ന് ഞങ്ങൾക്കറിയില്ല. ജബ്ബാറായ റബ്ബേ, ഏതെങ്കിലും നിലയിലുള്ള പോരായ്മകളുണ്ടെങ്കിൽ ഒക്കെയും നീക്കി പരിപൂർണ റാഹത്തിലാക്കണമേ അല്ലാ, സലാമത്ത് നൽകണമേ അല്ലാ. മുഅ്മിനീങ്ങളെ, മരണപ്പെട്ട പലർക്ക് വേണ്ടിയും ഇവിടെ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കോഴിപ്പറമ്പൻ മൂസ, മാറാട് റംല, കുഞ്ഞു മൊയ്തീൻ, ചേറൂർ ആയിഷ, വാലില്ലാപ്പുഴ, കൊടശ്ശേരി ഇത്തീമ, കോട്ടപ്പുറായി ആമിന, മുഹമ്മദ് അറവങ്കര, ഉണ്ണിപ്പാത്തു കാവന്നൂർ, അബ്ദുള്ള കുഴിപ്പറമ്പ്, ആച്ചുട്ടി വൈദ്യരങ്ങാടി, പുല്ലാര റുക്കിയ, മമ്മിക്കുട്ടി വെള്ളോമ്പ്രം. അതുപോലെ നമ്മുടെ ഈ മഹല്ലത്തിൽ നിന്ന് ഹജ്ജിന് പുറപ്പെട്ടൊരു സഹോദരൻ PV ലത്തീഫ് എന്ന സഹോദരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഹജ്ജിന് പുറപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പിതാവ് മൊയിൻ ഹാജി എന്ന സഹോദരൻ മരണപ്പെട്ടു പോയി. അതുപോലെ ചക്കിങ്ങത്തൊടി അബ്ദുറഹ്മാൻ, കാക്കത്തടം ആയിഷക്കുട്ടി, സൈനബ മേലങ്ങാടി, അബ്ദുസമ്മദ്,
അതേപ്രകാരം അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആക്സിഡന്റിൽ മരണപ്പെട്ടു. അബ്ദുൽ ജബ്ബാർ, സൈനബ ഇടിമുഴിക്കൽ, കല്ലൻ മൂസ തറയിട്ടാൽ, ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായി മരണപ്പെട്ടവർക്ക് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. ആരാന്നറിയില്ല. ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ മരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചയും ക്ലാസ്സിന് വന്നിരുന്നു. ഉമ്മ ഇടക്കിടക്ക് പറയുമായിരുന്നു, ഉമ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കണമെന്ന് ഉമ്മ പ്രത്യേകം പറയുമായിരുന്നു എന്ന് പറഞ്ഞു. ഏതായാലും അല്ലാഹുവേ, ഈ പരാമർശിക്കപ്പെട്ടവരുടെ ഒക്കെ ഖബർ ജീവിതം സന്തോഷാക്കണേ അല്ലാ, ഖബർ സ്വർഗമാക്കണമേ അല്ലാ, ഖബറിലേക്ക് ഇതിൻ്റെ സവാബ് എത്തിച്ചു കൊടുക്കണമേ അല്ലാ. ഇപ്പം തന്നെ ഈ മരണപ്പെട്ടവരുടെ ഖബർ റാഹത്താകണം. അതുപോലെ മരണപ്പെട്ട മുമ്പ് മരിച്ചുപോയ ബാപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യാൻ പലരും ഏൽപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് മുഷ്ഫിഖ് എന്ന കീശേരിയുള്ള ആ വിദ്യാർത്ഥിയുടെ 9ാമത്തെ ആണ്ടാണ്. അദ്ദേഹത്തിൻ്റെ വല്ലിപ്പയും മരണപ്പെട്ടു പോയി. അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മരണപ്പെട്ടു പോയ എല്ലാവരെയും നിയ്യത്ത് ചെയ്തിട്ട് ഇപ്പം തന്നെ ഖബറിൽ സന്തോഷം കിട്ടണമെന്ന് നിയ്യത്തോടുകൂടെ ഒരൽപ്പം തഹ്ലീൽ ഒന്നിച്ച് ചൊല്ലി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 റബ്ബേ, ഈ വാക്കെന്നെ ചൊല്ലി ഞങ്ങൾക്ക് മരണപ്പെടാൻ നീ ഭാഗ്യം നൽകണമേ അല്ലാ. ഇതിൻ്റെയൊക്കെ സവാബ് ഒട്ടും ചുരുങ്ങാതെ അല്ലാഹുവേ ഞങ്ങൾ ഉദ്ദേശിച്ച, ഞങ്ങൾ പരാമർശിച്ച ഇവരുടെയൊക്കെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണമേ അല്ലാ. ഇവിടെ ബന്ധുക്കൾക്ക് വേണ്ടി പ്രത്യേകം ഒന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞേൽപ്പിക്കുന്നത് ഈ ആയിരക്കണക്കിന് ആളുകളുടെ തഹ്ലീലിൻ്റെയും ആമീൻ്റെയും പൂരിശ കൊണ്ട് ബന്ധുക്കൾക്ക് കുടുംബത്തിലൊരു ഖബറിലൊരു സന്തോഷം കിട്ടാനാണ്. അല്ലാഹുവേ, ഈ സന്തോഷം ഇപ്പോൾ തന്നെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണമേ അല്ലാ. മുഅ്മിനീങ്ങളെ, നമ്മൾ ദുആ ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ മസദിൻ്റെ ബാക്കി ഭാഗം വളരെ പ്രധാനപ്പെട്ട ചില മെസ്സേജുകൾ, സന്ദേശങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട്. അത് വരുന്ന ക്ലാസ്സിൽ നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. അടുത്ത ക്ലാസ് പതിവ് പോലെ അടുത്ത ബുധനാഴ്ച തന്നെയായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രചാരകരും കൂടിയാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പങ്കെടുത്തവർക്കും പങ്കെടുക്കാൻ കാരണക്കാരായ എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം നമ്മളെ കൂട്ടത്തിൽ തന്നെ പലരും ഇവിടെ എത്തിപ്പെടാൻ കാരണക്കാരായവർ പലരും ഉണ്ടാവും. ക്ലാസ്സിലെ വളണ്ടിയേഴ്സായിട്ടും മറ്റേ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു തന്നവരായിട്ടും ഒക്കെയായി ഇങ്ങനെ പലരുടെയും കാരണം കൊണ്ടായിരിക്കും നമ്മളിൽ പലരും ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്. അവർക്ക് വേണ്ടിയും നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു അത്തരത്തിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ബറക്കത്ത് ചൊരിയട്ടെ. എല്ലാവരുടെയും ഖൽബിൻ്റെ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാ വിഷമങ്ങൾക്കും ഖൈറായ പരിഹാരം അല്ലാഹു നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ഒന്നിച്ച് ചൊല്ലി ഒരു 11 സലാത്തും കൂടെ അത് ഹബീബിൻ്റെ റൗദയിലേക്ക് സമർപ്പിച്ച് നമുക്ക് ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അല്ലാഹു സ്വീകരിക്കട്ടെ. അള്ളാന്റെ റഹ്മത്ത് കൊണ്ട്, റഹ്മത്തിന്റെ മാലാകമാരെ കൊണ്ട് പൊതിയുന്ന ഒരു സദസ്സായി സദസ്സിനെ അള്ളാഹ് കബൂലാക്കട്ടെ. ആ നിലയിൽ ആ മലക്കുകളുടെ സ്പർശനമൊക്കെ ഏറ്റ് ഇവിടെ എത്തിപ്പെട്ട എല്ലാവർക്കും എല്ലാവിധ റാഹത്തും അള്ളാഹു നൽകട്ടെ. മുഅ്മിനീങ്ങളെ, അടുത്ത ബുധനാഴ്ചയാണ് അടുത്ത ക്ലാസ്, മറക്കണ്ട. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച 1-ാം തീയതി രാവിലെ, ഞായറാഴ്ച ആദ്യത്തെ ഞായറാഴ്ചയാണ് മാസത്തിലെ, ഇംഗ്ലീഷ് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ആയതുകൊണ്ട് ആണുങ്ങൾക്ക് രാവിലെ തന്നെ ഇൻഷാ അല്ലാഹ് 8 മണിയോടുകൂടെ മജ്ലിസുന്നൂറും പ്രത്യേകമായൊരു പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. നിങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി അവനാൻ്റെ വേണ്ടപ്പെട്ട ആണുങ്ങളെ പള്ളിയിലേക്ക് പറഞ്ഞയക്കണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ക്ലാസ് ഇൻഷാ അല്ലാഹ് ബുധനാഴ്ച തന്നെയായിരിക്കും. 5000 സലാത്തും കൂടെ ബുധനാഴ്ച വരുമ്പോഴത്തേക്ക്, അത് കേട്ടില്ല? അതെല്ലാവരും കേട്ടില്ല? നിങ്ങൾ ശ്രമിക്കാറില്ലേ? അതിനു വേണ്ടി പരിശ്രമം നടത്താറില്ലേ? അതൊക്കെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ശൈത്താൻ മടിപ്പിക്കും. അള്ളാഹു കാക്കട്ടെ. ഷാറായിട്ട് ചൊല്ലിക്കോളൂ. 5000 സലാത്തും കൂടെ ഓരോരുത്തരും ചൊല്ലി വരി. അപ്പം എത്രങ്ങാനും സലാത്തുണ്ടാവും. രക്ഷപ്പെടാൻ ഇതന്നെ മതിയാകൂലേ? അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. കയ്യൊക്കൊന്ന് ഉയർത്തിപ്പിടിച്ചോളൂ. പലരും പല പ്രശ്നങ്ങളുടെ പരിഹാരത്തിനു വേണ്ടിയും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾക്ക് അല്ലാഹു തആല ഇനിയും ഇജാബത്ത് തരട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, ഈ മജ്ലിസ് കബൂലാക്കണമേ അല്ലാഹ്. മുഅ്മിനീങ്ങൾ സലാത്ത് ചൊല്ലി വന്നവരാണ്. വന്നിട്ടും അൽഫ് സലാത്ത് ഞങ്ങൾ ഒന്നിച്ച് ചൊല്ലിയതാണ്. നിന്റെ പരിശുദ്ധമായ ഖുർആൻ വിശദീകരിച്ച മജ്ലിസാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണമേ അല്ലാഹ്. വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ സകല ദോഷങ്ങളും മാപ്പാക്കി തരണമേ അല്ലാഹ്. ദോഷത്തിന്റെ കറകൊണ്ട് മലീമസമായ കൽബുമായി ഖബറിലെത്തേണ്ട ഒരവസ്ഥ ഈ കൂട്ടത്തിലാർക്കും വരുത്തല്ല അല്ലാഹ്. ഞങ്ങളെ കുടുംബത്തിലാർക്കും വരുത്തരുതേ അല്ലാഹ്. അല്ലാഹുവേ, റബ്ബേ, റഹ്മാനേ, റഹീമേ, ഗഫൂറേ, ജവാദേ, സത്താറേ, ഫത്താഹേ, വദൂദേ, ഹഫീലേ, മുഅ്മിനേ, മുഹൈമിനേ, മലിക്കേ, ജബ്ബാറേ, ഖുദ്ദൂസേ, വഹാബേ, മുതകബ്ബിറേ, നീയല്ലാത്തൊരു റബ്ബ് ഞങ്ങൾക്കില്ല. നിന്നോടല്ലാതെ ഞങ്ങൾക്കൊരാളോടും തേടാനില്ല. ഇജാബത്ത് നൽകണമേ അല്ലാഹ്.
രോഗങ്ങളാണ് റബ്ബേ പലരെയും അലട്ടുന്ന കാര്യം. പ്രഷറും പ്രമേഹവും കൊളസ്ട്രോളും കൈകാലുകളുടെ വേദനയും തരിപ്പും കടച്ചിലും കാഴ്ചക്കുറവ് കേൾവിക്കുറവ് വയറ് സംബന്ധമായ ഹാർട്ട് സംബന്ധമായ കിഡ്നി സംബന്ധമായ ബ്രെയിൻ സംബന്ധമായ നാഡി നരമ്പുകൾ സംബന്ധമായ അസ്ഥികൾ സംബന്ധമായ മൂത്ര സംബന്ധമായ അലർജി സംബന്ധമായ മാനസികമായ പൈശാചികമായ സിഹിർ സംബന്ധിയായ പുറത്ത് പറയാൻ മടിക്കുന്ന വിധത്തിലുള്ള എല്ലാവിധ രോഗങ്ങളും ശിഫയാക്കണമേ അല്ലാ. രോഗങ്ങൾ കടിമപ്പെട്ടൊരു പരീക്ഷണമെന്ന പോലെ ഹോസ്പിറ്റലും മരുന്നും ടെസ്റ്റുകളും ചികിത്സകളുമൊക്കെയായി കഴിയേണ്ടൊരവസ്ഥ ഈ കൂട്ടത്തിലാർക്കും വരുത്തല്ല അല്ലാ. ഞങ്ങളെ കുടുംബത്തിലാർക്കും വരുത്തരുത് അല്ലാ. ജല്ല ജലാലായ റബ്ബേ, ഒരു മുഅ്മിനായ മനുഷ്യനെ അല്ലാഹുവേ നിന്റെ അടുക്കൽ ഏറ്റവും അവന്റെ പദവി ഉയർത്തുന്ന കാര്യം അവന്റെ സ്വൽസ്വഭാവമാ. ഞങ്ങളെ സ്വൽസ്വഭാവികളാക്കണമേ അല്ലാ. എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറാനുള്ള സൗഭാഗ്യം നൽകണമേ അല്ലാ. വീട്ടിൽ മക്കളോട് മരുമക്കളോട് ഭർത്താവിനോട് ഭർത്താവിന്റെ മാതാപിതാക്കളോട് അല്ലാഹുവേ എല്ലാവരോടും ഏറ്റവും നല്ല നിലയിൽ പെരുമാറണം. അതിനുള്ള തൗഫീഖ് നൽകണമേ അല്ലാ. ആ മേഖലയിലൂടെ പിശാചിന്റെ പിടുത്തത്തിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാ. അബ്ബേ, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. സ്വന്തമായി വീടാകാതെ വിഷമിക്കുന്നവർക്ക് അതിനുള്ള വഴികൾ എളുപ്പമാക്കണേ അല്ലാ. കച്ചവടങ്ങളും ഏർപ്പാടുകളും തൊഴിലുകളുമായി കഴിയുന്നവർക്കതിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. കടം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ഹൈറായ നിലയിൽ അത് വീട്ടാനുള്ള വഴികൾ എളുപ്പമാക്കണേ അല്ലാ. സ്ഥലം ഹൈറായ നിലയിൽ വിറ്റ് കിട്ടാൻ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. തുടങ്ങുന്ന ഏർപ്പാടിൽ ബറക്കത്തുണ്ടാകാൻ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. തുടങ്ങിയ ഏർപ്പാട് ബറക്കത്തിൽ മുന്നോട്ട് പോകാൻ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. വിദേശത്ത് പലതരത്തിലുള്ള പ്രതിസന്ധിയിലാ. അങ്ങനെ വിഷമം അനുഭവിക്കുന്നവരുടെ കാര്യം പറഞ്ഞ് പരിഹാരത്തിനായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നാഥാ, ഒക്കെയും നീ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഉമ്മയും ഉപ്പയും ഉസ്താദുമാരും ഭാര്യ ഭർത്താവ് മക്കൾ സഹോദരി സഹോദരന്മാർ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരിലും ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഈമാനോടെ കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ റബ്ബേ. ഖബറും മഹ്ശറയും റാഹത്താക്കണേ റബ്ബേ. നരകത്തിലേക്ക് സാധുക്കളെ വലിച്ചെറിയരുതേ അല്ലാ. നരകം ഞങ്ങൾക്ക് ഹറാമാക്കണേ അല്ലാ. സ്വർഗം ഞങ്ങൾക്ക് വുജൂബാക്കണമേ അല്ലാ. സിറാത്ത് പാലത്തിൽ ഒരു കാലിടർച്ച വരുത്തരുതേ പടച്ചോനെ. ഈ തേട്ടം കബൂലാക്കണേ അല്ലാ. അസൂയാലുക്കളെ അസൂയയിൽ നിന്ന്, നാലിമീങ്ങളെ ളുൽമിൽ നിന്ന്, അല്ലാഹുവേ ഹസദീങ്ങളെ ഹസദിൽ നിന്ന്, സാഹിരീങ്ങളെ സിഹറിൽ നിന്നൊക്കെയും ഞങ്ങൾക്ക് കാവൽ നൽകുകയും അതിന്റെ ശുറൂറുകളെ അവരിലേക്ക് മടക്കുകയും ചെയ്യണേ അല്ലാ. ഇജാബത്ത് നൽകണമേ അല്ലാ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ.
وبكلمات الله التامات من كل شيطان وهامة ومن كل عين لامة أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله على محمد اللهم صل على محمد يا ربي صل عليه وسلم الحمد لله. മുഅ്മിനീങ്ങളെ പരമാവധി അച്ചടക്കത്തിലും ഒതുക്കത്തിലും പോകാൻ